ഇരിക്ക് ശബരി. കഴിഞ്ഞ ദിവസം എല്ലാവരും ഒന്ന് പേടിച്ചു അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് രഘു വിളിച്ച് പറഞ്ഞില്ലേ? രഘുവേട്ടനെ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല അച്ഛാ. പിന്നെ അനുചേച്ചിയെ ദയ വിളിച്ചപ്പോഴാണ് ഒരാശ്വാസമായത്. ഞാനിവിടെ ഉണ്ടായിരുന്നു. ഫോൺ കംപ്ലൈന്റ് ആയ കാര്യം അറിഞ്ഞില്ല, അതുകൊണ്ട് പറ്റിയതാ. അച്ഛൻ ഗാർമെന്റ്സിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയായിരുന്നോ? അനുചേച്ചി വിചാരിച്ചു അച്ഛൻ ദാസങ്ങളുടെ വീട്ടിലുണ്ടാവുമെന്ന്. അവിടെയുള്ളവര് വിചാരിച്ചു അച്ഛൻ അനുചേച്ചിയുടെ വീട്ടിൽ കാണുമെന്ന്. അച്ഛൻ ആരോടും പറയാതെ ഇങ്ങോട്ട് വന്നെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം കാണാതിരിക്കില്ല. വിനേട്ടന്റെ അമ്മയോടും അമ്മാവനോടും രഘുവേട്ടനും അമ്പിളി ചേച്ചിയും മോശമായി പെരുമാറിയത് അച്ഛന് വിഷമായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അവിടെ നിന്ന് പോയതിനു ശേഷം വീണ്ടും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നു വച്ചാ? ഏയ്, അവിടെ ഒരു പ്രശ്നവും നടന്നില്ലതേ. എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി, ഞാൻ എങ്ങ് പോകും, അത്രയേ ഉള്ളൂ. അച്ഛൻ ക്ഷണിച്ച ആരോ ഒന്ന് വരാനുണ്ടായിരുന്നല്ലോ, എന്നിട്ട് പുള്ളി വന്നായിരുന്നോ? ഇല്ല. ആദ്യത്തിന് അതിനുശേഷം എന്നെ വിളിച്ചിരുന്നു. ഒരു ദിവസം ഇവിടെ ഒന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങള് വൈകിട്ടല്ലേ പോവുള്ളൂ? എനിക്കൊന്ന് ബാങ്ക് വരെ പോണം. ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോ ഫുഡ് വാങ്ങിച്ചോണ്ട് വരാം. അയ്യോ, അതൊന്നും വേണ്ട അച്ഛൻ. ഞങ്ങള് അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ.